നമുക്ക് ഇന്നൊരു സ്മൂത്തി ആയാലോ? അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ ഭയങ്കര പരിചയമുള്ള ആളോ ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല. പക്ഷേ ഒരു ബട്ടർ ഫ്രൂട്ട് കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഞാൻ ഇതുപോലെ അവക്കാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സ്മൂത്തി സെറ്റാക്കാൻ വെക്കുന്ന ആ ഒരു ജാറിലോട്ടേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓർഗാനിക് ബ്രാൻഡായിട്ടുള്ള മിറാക്കോയുടെ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓരോ പ്രൊഡക്റ്റും 100% ഓർഗാനിക്കാണ്. ഫാമിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇവരുടെ ഒരു പ്രൊഡക്റ്റിലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തൂടെ? കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ പംകിൻ സീഡ്, ചിയാ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ ആൽമണ്ട്സ് ഒക്കെ കൂടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടി ഒഴിച്ചെടുത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്മൂത്തിൻ്റെ ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഏതെങ്കിലും കട്ട് ഫ്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മിസ്സിസ് കണ്ണൂർ 50 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ടും ഉണ്ട്. ഡീറ്റെയിലൊക്കെ ഞാൻ താഴെ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.